ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ചില ചർമ്മ രോഗങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ് ഇത്തരം രോഗങ്ങൾ നമുക്ക് പകരുന്നത്. ഇത്തരം രോഗങ്ങളെ വളരെയധികം ശ്രദ്ധയോടുകൂടി ചികിത്സിക്കേണ്ടതാണ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വില്ലനാവുന്ന ഇത്തരം ചർമ്മരോഗങ്ങളെ പറ്റി അറിയാം. വെള്ളപ്പാണ്ട് ഒരു ചർമ്മരോഗമാണ്. ശരീരത്തിലെ മെലാനിൻ നഷ്ടമാകുന്ന അവസ്ഥയാണ് വെള്ളപ്പാണ്ടിലേക്ക് നയിക്കുന്നത്. പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാനാവുന്നതല്ല ഈ രോഗം. സാധാരണയായി പ്രതിരോധശേഷി കുറവുള്ള ആളുകളിലും ജനിതകമായ കാരണങ്ങൾ കൊണ്ടും വെള്ളപ്പാണ്ട് ഉണ്ടാകാറുണ്ട്. ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവുന്നതല്ല. വെള്ളപ്പാണ്ട് ഉള്ള ആളുകൾക്ക് സൂര്യതാപം ഏൽക്കുന്നതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ശരീരത്തിന് നിറം നൽകുന്ന മെലാനിൻ എന്ന ഘടകത്തിന്റെ അളവ് വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് സൂര്യതാപം ഏൽക്കുന്നതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ചർമ്മരോഗത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു രോഗമാണ് സോറിയാസിസ്. ഇത് ഒരിക്കലും ഒരു പകർച്ചവ്യാധിയല്ല. ചർമ്മത്തിന്റെ പുറത്ത് ചുവന്ന് തടിച്ച ശൽക്കങ്ങളായാണ് ഇത് കാണപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇത് ശരീരത്തിന്റെ പുറം ഭാഗം, തല, കൈയുടെയും കാലുകളുടെയും മുട്ടുകൾ എന്നീ സ്ഥലങ്ങളിലാണ് വരുന്നതിന് സാധ്യത കൂടുതലുള്ളത്. മദ്യപിക്കുന്ന ആളുകളിലും മാനസികമായ സമ്മർദ്ദം ഒരുപാടുള്ള ആളുകളിലും സോറിയാസിസ് വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ചർമ്മത്തിൽ ഇതുപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ തന്നെ ചർമ്മരോഗ വിദഗ്ധരെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു രോഗമാണ് പുഴുക്കടി. ഒരുതരം ഫംഗസിലൂടെയാണ് പുഴുക്കടി ഉണ്ടാകുന്നത്. പൊതുവെ വ്യക്തി ശുചിത്വം പാലിക്കാത്ത ആളുകളിലാണ് പുഴുക്കടി കൂടുതലായും കാണപ്പെടുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണം നല്ല ചൊറിച്ചിലാണ്. തൊലിപ്പുറത്ത് ചുവന്ന നിറത്തിൽ വട്ടത്തിലാണ് പുഴുക്കടി ആദ്യം തുടങ്ങുന്നത്. തുടയിടുക്കുകൾ, കാലിന്റെ വിരലുകളുടെ ഇടഭാഗം, കക്ഷം മുതലായ ഭാഗങ്ങളിലാണ് ഇത് കാണുന്നതിനുള്ള സാധ്യത കൂടുതൽ. ഇത്തരം ഭാഗങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. അരിമ്പാറയാണ് മറ്റൊരു ചർമ്മരോഗം. ഇത് ഒരു വൈറസ് രോഗമാണ്. ഇത് ചർമ്മത്തിന്റെ പുറത്ത് വളരെ വേഗത്തിലാണ് ഉണ്ടാകുന്നത്. ഏത് പ്രായക്കാരിലും ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ വിരലുകളിലും കഴുത്തിലും കാലിന്റെ അടിയിലും ഒക്കെയാണ് അരിമ്പാറ ഉണ്ടാവുന്നത്. കഴിവതും കൈകൾ കൊണ്ട് ഇതിൽ തൊടാതെ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇത് പകരുന്നതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോയും വേഗത്തിൽ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക.